നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സ് കണ്ടോ. നല്ല പൊരി വെയിലത്താണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഫോക്സ്ടെയിൽ പ്ലാന്റ്. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുരടിച്ച് നിൽക്കുന്ന നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ചിലതൊക്കെ കാണുമല്ലോ, ഇലയൊക്കെ പൊഴിഞ്ഞും ഇല മഞ്ഞ കളറായിട്ടും ഇതുവരെ ഒരു ഉഷാറാകാതെ പൂക്കളൊന്നും ആകാതെ നിൽക്കുന്ന പ്ലാന്റ്സിനെ നമുക്കൊന്ന് ഉഷാറാക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താം. പലപ്പോഴും നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സിലെ ചില മൂലകങ്ങളുടെയൊക്കെ കുറവുകൊണ്ടുണ്ടല്ലോ ഇലകളൊക്കെ മഞ്ഞ കളറാകും. അതുപോലെ തന്നെ പിന്നെ ഒരു ഉഷാറില്ലാതെ ഒരു ജീവനില്ലാതെ ഒക്കെ ആകും നമ്മുടെ ചെടികളെ, മുരടിച്ചൊക്കെ പോവും. എത്ര നമ്മൾ വളമൊക്കെ കൊടുത്തിട്ടോ അതങ്ങോട്ട് ജീവൻ വെക്കാതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ കാണിച്ചു തരുന്ന ആ ഫെർട്ടിലൈസർ നമ്മുടെ ചെടികളെ നല്ല ഉഷാറാക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നിറയെ പൂക്കളിടാനും ഹെൽപ്പ് ചെയ്യുന്നതാണേ. നമുക്കറിയാം ഇപ്പം നല്ല ചൂടിൻ്റെ സമയങ്ങളാണ്. ഇപ്പം മഴയൊന്നുമില്ല, നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ചെടികളൊക്കെ പൂക്കളിടാൻ തുടങ്ങിയിരിക്കുകയാണ്. മിക്കവാറും എല്ലാ ചെടികളിലും അപ്പം പൂക്കളിടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ടല്ലോ വെയിൽ കുറവാണെങ്കിൽ നമ്മൾ വെയിലുള്ള ഏരിയയിലോട്ട് നമ്മൾ ആ ചെടികളെ ഒന്ന് മാറ്റണം. ഒരു 8 മണിക്കൂറൊക്കെ സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നല്ലപോലെ പൂക്കളുണ്ടാവും. നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സ് നിറയെ പൂക്കാൻ വേണ്ടി ഒന്നാമത് വേണ്ടത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സൺലൈറ്റ് ആണേ. നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ ചെടികളിൽ അടിച്ചാൽ പൂക്കൾ നിറയെ ഉണ്ടാവും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൂടുതലായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കരുത്. ഇപ്പം വെള്ളം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വെള്ളം കൊടുക്കാം. അപ്പോൾ ഈ നല്ല വെയിലത്തിരിക്കുന്ന ചെടിക്ക് എല്ലാ ദിവസവും നമുക്ക് വെള്ളം ഏതെങ്കിലും ഒരു നേരം നനച്ച് കൊടുക്കാം. ഞാൻ ഈവനിങ്ങിലാണ് വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് പോട്ടിന് 1/2 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പൂക്കൾ കുറയും. അപ്പോൾ നമ്മുടെ ചെടി ഒന്നും വാടിയത് കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളൊരു കുറച്ചൊക്കെ ഒന്ന് വാടി നിൽക്കുവാണെങ്കിൽ എന്നിട്ട് വാടിയിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാനുള്ളൊരു ടെൻഡൻസി വരുവേ. അപ്പം വെള്ളം ഒരിക്കലും കൂടി പോരുത്. വെള്ളം കൂടിയാൽ പൂക്കൾ കുറയും. പിന്നെ വളം നമുക്ക് മാസത്തിലൊരു 2 വട്ടമൊക്കെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഒരു 10-15 ദിവസം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് വളം കൊടുക്കാം. അത് നമുക്ക് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ തന്നെയാണ് നല്ലത്. ചൂട് സമയത്ത് നമുക്ക് നല്ല ചൂടുള്ളപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാം. പക്ഷെ ഞാനിപ്പം ഈ സമയത്തൊക്കെ കെമിക്കലാണ് കൊടുക്കുന്നത്. ജൈവവളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ആ ജൈവവളം നല്ല രീതിയിൽ ഡയലൂട്ട് ആയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് അത് ദോഷം ചെയ്യും. അത് പിന്നെ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ആ ചട്ടിയുടെ ചുവടൊന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് വളം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പിന്നെ ഒരു കുഴി എടുത്തിട്ട് അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചുറ്റും ചെടിയുടെ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ചുവടൊന്നും നനച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. ലിക്വിഡായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അല്ല സോളിഡ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടിക്ക് വലിയ പ്രശ്നമില്ല. കെമിക്കൽ ഒക്കെ നല്ല ചൂടാണല്ലോ കെമിക്കൽ ഫെർട്ടിലൈസർ വരുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ വളം കൊടുക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളൊന്ന് എല്ലാ ദിവസവും ഒന്ന് നനച്ച് കൊടുക്കണേ. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇലകളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ചെടിയിലെ ഇലകളൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുന്നത് നല്ലതാണേ. അപ്പോൾ ഇലകൾ നുള്ളി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടിക്ക് ഒരു ദോഷവും വരുന്നില്ല, ഒരു ക്ഷീണമൊന്നും വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇലകളൊക്കെ കഴിയുമ്പോൾ നമ്മൾ നുള്ളി കഴിയുമ്പം വീണ്ടും അവിടെ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. പൂക്കൾ നിറഞ്ഞു പൂക്കും. ഇത് കണ്ടില്ല, ഇപ്പോൾ നമുക്കതിന് ഈ ഇലകളൊക്കെ നമുക്കൊന്ന് നുള്ളി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എല്ലാം പൂക്കളാവും. ഇത് കണ്ടില്ല, ഈ ഒരു ചെടിയിൽ തന്നെ 2 കളറാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ? നമ്മുടെ പർപ്പിൾ ക്യൂൻ കണ്ടോ? നമ്മൾ കൊടുക്കുന്ന ഒരു മെയിൻ വളമെന്ന് പറഞ്ഞാൽ എപ്സം സോൾട്ട് ആണേ. കണ്ടോ, എപ്സം സോൾട്ട്. നമുക്ക് അറിയാം പലപ്പോഴും നമ്മുടെ ചെടികൾ തീരെ വളർച്ചയില്ലാതെ മുരടിച്ചൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ചില മൂലകങ്ങളുടെ കുറവ്. അതിന് മെയിനായിട്ടുള്ള ഒരു
കുറവാണ്. മഗ്നീഷ്യം സൾഫേറ്റ് ഈ എപ്സം സോൾട്ടിലാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ കയറി വരുമേ. അപ്പം നല്ല രീതിയിൽ ഉഷാറാക്കാൻ പറ്റും. അതുപോലെ നിറയെ പൂക്കാനും നല്ലതാണ്. അതെങ്ങനെയാണ്, എത്ര അളവിലാണ് കൊടുക്കുന്നതെന്നത് കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു വളം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂക്കളുടെ തന്നെ പ്രത്യേകത കണ്ടോ, ആ ചെറിയൊരു കമ്പിലാണെങ്കിൽ ആ കമ്പിൽ നിറച്ച് പൂക്കുന്നതാണ് കണ്ടോ. അതാണ് ഈ ബൊഗൈൻവില്ലയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വളവും അതിനനുസരിച്ചൊക്കെയാണ് നമ്മുടെ ചെടികൾ പൂവിടുന്നത്. നമ്മൾ ഈ എപ്സം സോൾട്ട് കൊടുക്കുന്നുണ്ടല്ലോ 5 ഗ്രാമാണ്. ഒരു ചെറിയ സ്പൂൺ, ഇതൊരു വലിയ സ്പൂണാണ്, അതുകൊണ്ട് കണ്ടോ ഞാനിതിലൊരു 1/2 സ്പൂണേ എടുത്തിട്ടുള്ളേ. ഇത്രയും മതി 1 ലിറ്റർ വെള്ളത്തിന്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് എപ്സം സോൾട്ട് ഒരിക്കലും കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ദോഷം. ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അതിനോടൊപ്പം നമുക്കുണ്ടല്ലോ ഈ ചെറിയ സ്പൂണ് തന്നെ നമുക്ക് പൊട്ടാഷ്യം കൂടെ ഇട്ട് കൊടുക്കാമേ. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്സം സോൾട്ട് പെട്ടെന്ന് അങ്ങ് ഡൈലൂട്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ പൊട്ടാഷ്യം പെട്ടെന്ന് തന്നെ ഇതാവുമേ. നേർത്ത പൊടിയായിരുന്നു. നമുക്ക് ഈ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മുടെ ചെടിയുടെ ചൂടൊന്ന് നനച്ച് കൊടുക്കാമേ. കണ്ട ഇതുപോലൊന്ന് നനച്ച് കൊടുക്കാം. അപ്പം ഡയറക്റ്റ് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ആ കെമിക്കൽ ഫെർട്ടിലൈസർ അതിൻ്റെ ആ വളത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ ചെടിക്ക് അത് ചൂട് തട്ടി ചെടി ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം നനച്ച് കൊടുക്കുക, അതിനുശേഷം നമുക്ക് വളം കൊടുക്കാം. ഇനി നമുക്ക് വളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ. അല്ലാതാണെങ്കിൽ നമ്മൾ സോളിഡായിട്ട് തന്നെ കൊടുക്കുവാണെങ്കിൽ നമുക്കതിനവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ഫെർട്ടിലൈസർ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ എപ്സം സോൾട്ടും പൊട്ടാഷ്യം കൂടെ ഉള്ളതാണേ. അപ്പോൾ ഇത് ഇലകളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകളിലൊക്കെ നിറച്ച് ഇത് പൂക്കളുണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എപ്സം സോൾട്ട് ഒത്തിരി നല്ലതാണ്. നമ്മുടെ പല ചെടികൾ, നമ്മളിപ്പോൾ എല്ലാ ചെടികളെക്കുറിച്ചല്ല, ചില ചെടികളൊക്കെ മുരടിച്ചൊക്കെ നിൽക്കും എത്ര നമ്മൾ വളങ്ങൾ കൊടുത്തിട്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില മൂലകങ്ങളുടെയൊക്കെ കുറവുകൊണ്ടാണ് അങ്ങനെ പൂക്കളിടാൻ താമസിക്കുന്നതും ചില മുരടിച്ച് വരുന്നതും ഒക്കെ. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി, നിറയെ പൂക്കളുണ്ടാവേ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്ന മാത്രമല്ല, നമ്മൾ ഫുള്ള് അതിൻ്റെ സ്റ്റെമ്മിലെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ സ്പ്രെയർ വെച്ച് നമ്മൾ ചെയ്യുന്ന ഉടനെയുണ്ടല്ലോ അത് അതിൻ്റെ ഓരോ സ്റ്റെമ്മിലും അതിൻ്റെ ഇലകളിലും എല്ലാം അത് നല്ല രീതിയിൽ പിടിക്കും. അതുപോലെ നമുക്ക് ഓരോ ചെടിക്കും കൊടുക്കാം. വെള്ളം ആദ്യം കൊടുക്കുക, എന്നിട്ട് നമ്മൾ വളങ്ങൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ലതാണ്, ചൂട് തട്ടത്തില്ല. നമ്മൾ വളം ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിലും ലിക്വിഡ് കൊടുക്കുകയാണെങ്കിലും നമ്മളുണ്ടല്ലോ വെള്ളമൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ചെറുതായിട്ട് മണ്ണിളക്കി കൊടുക്കുന്നതും നല്ലതാണേ. അപ്പോൾ ഈ മണ്ണൊക്കെ അങ്ങ് തറഞ്ഞ് കിടക്കുമല്ലേ. അപ്പം ഇതുപോലെ നമ്മൾ ഇപ്പം വളം ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് നമ്മളൊരു ഹോൾസ് ഇച്ചിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്താൽ നല്ലതാണ്. അല്ലെങ്കിൽ അല്ലാതാണേലും ലിക്വിഡായിട്ട് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കുന്ന ഇച്ചിരി കൂടെ എഫക്റ്റീവാണേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പിന്നെ മുരടിച്ച് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ചെടികളുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഇതുപോലൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക. ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവുമേ, ഒന്ന് ഉഷാറാവുകയും ചെയ്യും, പൂക്കളാവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.